ഏകീകൃതവും സുസ്ഥിരവുമായ ഒരു ഭരണവ്യവസ്ഥ നിലവിലില്ലാത്തതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിമിഷപ്രിയയുടെ ഒരു ജഡ്ജ്മെന്റ് വന്നാൽ അവിടെയാണ് ശരിയ കോടതികളുടെ നിയമവ്യവസ്ഥകളും അതിൻ്റെ ഡിവിഷനുകളും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിയ നിയമപ്രകാരം ഹുദൂദ് അഥവാ ദൈവികമായ ഗ്രന്ഥങ്ങളിൽ ശരിയ നിയമത്തിൽ ഖുറാനിലും സുന്നയിലും പറഞ്ഞ നിയമങ്ങൾ അതേപടി അനുസരിച്ചു കൊണ്ടുള്ള ശിക്ഷാ വിധികളെ നടപ്പിലാക്കുന്ന ദൈവഹിതത്തിന് അനുസരിച്ച് നടപ്പാക്കുന്ന ഹുദൂദാണ് ശരിയ ലോ പ്രകാരമുള്ള ഒരു രീതി. അത് അഡൾട്ടറി പോലുള്ള കേസുകൾ, അതല്ലെങ്കിൽ മദ്യപാനം പോലുള്ള കേസുകൾ, അതിൽ ഖുറാനിലായിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ശിക്ഷാവിധികൾ ഉണ്ടാവും. അത്തരം ശിക്ഷാവിധികൾ വിചാരണകളും തെളിവുകളും എടുത്തതിന് ശേഷം മാത്രമാണ് നടപ്പിലാക്കുന്നത്. മറ്റൊന്ന് കിസാസ് എന്നുള്ളതും ഈ ഇസ്ലാമിക ശരിയ ലോയിൽ പ്രതിപാദിപ്പിക്കുന്ന നിയമവ്യവസ്ഥതയാണ്. അവിടെ എന്താണ് വ്യത്യാസം എന്നുള്ളത്, കിസാസ് അഥവാ പ്രതികാര രീതിയിലുള്ള കണ്ണിന് കണ്ണ്, കാതിന് കാത്, കൈക്ക് കൈ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികാര നടപടികൾ ആണ് ഇത്തരം കിസാസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും രീതിയിൽ നഷ്ടം സംഭവിച്ചവർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മരണപ്പെടുകയോ കൊലപാതകത്തിന് ഇരയോ ആയാൽ ആ വിക്ടിമിന്റെ, ആ ഇരയുടെ ബന്ധുക്കൾക്ക് മാപ്പ് നൽകാൻ സാധിക്കും. അങ്ങനെ മാപ്പ് നൽകുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ശരിയ ലോ പ്രകാരമുള്ള ബ്ലഡ് മണി അഥവാ ദിയാമണി വാങ്ങിക്കൊണ്ട് മാപ്പ് നൽകാൻ സാധിക്കും. കിസാസ് പ്രകാരമാണ് നിമിഷപ്രിയയുടെ കേസ് നമ്മൾ കാണേണ്ടത്. ഇവിടെ ഒരു ഭരണകൂടം ഇല്ല എന്നുള്ളത് മാത്രമല്ല, ജുഡീഷ്യറിയായി ഒരു സ്റ്റേറ്റ് അവിടെയുള്ള നിയമവ്യവസ്ഥതയിൽ അവിടുത്തെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് എക്സിക്യൂഷൻ സ്റ്റേജിൽ ഉള്ളപ്പോഴാണ് അവസാന മാർഗം എന്നുള്ള നിലയിൽ അവരുടെ ബന്ധുക്കളുമായി ആലോചിച്ച് ദിയാദരം നൽകിക്കൊണ്ട് മാപ്പ് ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നത്.